നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കലണ്ടർ മാസത്തിലേക്ക് എൻ്റർ ആവുകയാണ്. കൂടാതെ നിഫ്റ്റിയുടെ പുതിയ വീക്കിലി കോൺട്രാക്ട്സിലേക്കും എൻ്റർ ആകും. ആയതിനാൽ തന്നെ ഇന്നത്തോടുകൂടി നിഫ്റ്റിയിലൊക്കെ വരുന്ന ആഴ്ചയിലേക്കുള്ള എക്സ്പയറിയിലേക്ക് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാര്യമായ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. US പ്രതിനിധികൾ സമാധാന ചർച്ചയ്ക്കായിട്ട് ഖത്തറിലെ ദോഹയിൽ ചേർന്നെങ്കിലും തങ്ങൾ മധ്യസ്ഥരെ കണ്ടുകൊണ്ട് ചർച്ച നടത്തുവാനായിട്ടാണ് വന്നതെന്നും എന്നാൽ ഇറാൻ പ്രതിനിധികളുമായിട്ട് തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നുള്ള പ്രസ്താവനയാണ് US പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. എന്നാൽ USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴിഞ്ഞു നീങ്ങുന്നതിനിടെ ഇറാന്റെ ഭാഗത്തുനിന്നുമുള്ള ടോപ്പ് നെഗോഷിയേറ്ററിൽ ഒരാൾ തങ്ങൾ യുദ്ധത്തിന് സന്നദ്ധരാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ആയതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള സമാധാന നടപടികൾ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തന്നെ തുടരുന്നുമുണ്ട്. ഇന്ന് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ പെട്രോൾ എക്സ്പോർട്സിന് വിൻഫോൾ ടാക്സ് കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം കയറ്റുമതി ചെയ്യപ്പെടുന്ന ഡീസൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലുകളുടെ വിൻഫോൾ ടാക്സ് കുറച്ചിട്ടുമുണ്ട്. പെട്രോളിന്റെ എക്സ്പോർട്ടില് പെർ ലിറ്ററിന് 1.5 രൂപയിൽ നിന്നും 4 രൂപയായിട്ട് വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചപ്പോൾ ഡീസലിന് 14 രൂപ പെർ ലിറ്ററിൽ നിന്നും 8.5 രൂപയായിട്ട് കുറയ്ക്കുകയും ചെയ്തു. അതേസമയം ATFല് 12.5 രൂപയിൽ നിന്നും 7.5 രൂപയായിട്ട് ലിറ്ററിന് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യാപാര സെറ്റിൽമെന്റില് ഇന്ത്യയും ജപ്പാനും തമ്മിൽ US ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ yen റുപ്പി സെറ്റിൽമെന്റുകൾ നടപ്പിലാക്കിയേക്കാമെന്നുള്ള പദ്ധതി ഉണ്ടെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. 10 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു ആദ്യ ക്വാർട്ടറിൽ വോൾട്ടാസിന് ഏകദേശം 10 ലക്ഷത്തോളം AC യൂണിറ്റുകൾ വിറ്റഴിക്കാനായെന്ന്. എന്നാൽ ഇന്നലെ നടന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ നോയൽ ടാറ്റയുടെ ഭാഗത്ത് നിന്നും വർദ്ധിച്ചു വരുന്ന AC ഡിമാൻഡുകളുടെ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ കമ്പനി കംപ്രസർ മാനുഫാക്ചറിംഗിലേക്കും കടക്കാനുള്ള പദ്ധതി ഇടുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ഉണ്ടായി. ആയതിനാൽ തന്നെ ഇന്നൊരു പക്ഷേ വോൾട്ടാസും ശ്രദ്ധയാകർഷിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കൾ അവരുടെ ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ റിലീസ് ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഓട്ടോ സെയിൽസ് ഡാറ്റ ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ ഓട്ടോ മേഖലയും ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റി 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം 24,200 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാൻ ആവുകയുമില്ല. എന്നാൽ അതേസമയം കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ 23,800 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് 23,700, 23,650 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇനി മുന്നോട്ട് നിഫ്റ്റിക്ക് ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,200 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി മെയ് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തിരുന്നത് 7.3 മില്യൺ ആയിരുന്നെങ്കിൽ ഏപ്രിലെ 7.58 മില്യണിൽ നിന്നും മെയ് മാസമായപ്പോൾ 7.594 മില്യൺ ആയിട്ട് മെയ് മാസം US ജോബ് ഓപ്പണിംഗ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഏപ്രിലെ പോലെ തന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ 4.6% സ്റ്റഡി ആയിട്ട് തന്നെ നിലനിൽക്കുവാനുമായി. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7:15 ചൈനയിൽ നിന്നും ജൂൺ മാസത്തെ റേറ്റിംഗ് ഡോഗ് മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെയും രാവിലെ 10:00 ജപ്പാനിൽ നിന്നും ജൂൺ മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസിന്റെയും ഉച്ചതിരിഞ്ഞ് 2:30 യൂറോപ്പിൽ നിന്നും ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫ്ലാഷ് ഡാറ്റയുടെയും റിലീസുകൾ നടക്കാനുണ്ട്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 6:30 US നിന്നും ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ സ്പീച്ച് നടക്കാനിരിക്കുന്നു.
പിന്നീട് വൈകുന്നേരം 7:30യോടുകൂടി യുഎസിൽ നിന്നും തന്നെ ജൂൺ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയെ തുടർന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിൽ നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയുടെ ഫലമായിട്ടും തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2556.75 കോടി രൂപയ്ക്ക് സെല്ലേഴ്സ് ആയിട്ട് തന്നെയാണ് തുടർന്നതും. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6842.34 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇന്ന് പ്രധാനമായും 5 IPOസിന്റെ ലിസ്റ്റിംഗ് ആണുള്ളത്. മെയിൻ ബോർഡിലേക്ക് വാട്ടർവേസ് ലഷ്യർ ടൂറിസത്തിന്റെയും അദ്വിത് ജുവൽസിന്റെയും ലിസ്റ്റിംഗ് ഉണ്ട്. അതേസമയം SME പ്ലാറ്റ്ഫോമിലേക്ക് ശ്രീധർ സ്പിന്നേഴ്സ്, ജീവാൽ ഇൻഡസ്ട്രീസ്, റിയാസാറ്റ് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ ലിസ്റ്റിംഗും ഇന്ന് നടക്കും. DCM, ശ്രീരാം ഫൈൻ കെമിക്കൽസ്, ഗ്രോവി ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.25%, ഡോക്ടർ റെഡ്ഡീസിന് 2.5%, HDFC ബാങ്ക് ADRന് 0.25%, ICIC ബാങ്ക് ADRന് 1%, ഇൻഫോസിസിന് 2%, നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ വിപ്രോ ADRന് 3.69% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. S&P 500, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സുകൾക്ക് 6 വർഷത്തിലെ ഏറ്റവും മികച്ച ക്വാർട്ടർലി പെർഫോമൻസ് ഇന്നലെ അവസാനിച്ച പാദത്തോടുകൂടി കാഴ്ചവെക്കുവാനായപ്പോൾ ബ്ലൂ ചിപ്പ് ഡൗ 2022 ശേഷമുള്ള ഏറ്റവും വലിയ ക്വാർട്ടർലി ഏർണിംഗ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. S&P 500ന് 0.79%, നാസ്ഡാക്കിന് 1.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 1.5%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2.5%-ലേറെ നേട്ടത്തോടുകൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും എണ്ണയുടെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഉയർച്ചയാണ് എണ്ണയുടെ വിലയിൽ അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.67%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.83%-ന്റെയും ഉയർച്ചയോടുകൂടി ബ്രെന്റ് ക്രൂഡ് 73.44 എന്ന ലെവലിലും ക്രൂഡ് ഓയിൽ $70.07 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വില വീണ്ടും 4000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $3996.12 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്കിലി കോൺട്രാക്ട്സിന്റെ PCR 0.88 എന്ന നിലയിലും മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMAയിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAയുടെയും കൂടാതെ ക്ലോസിംഗ് ബേസിസിൽ മറ്റൊരു ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMAയുടെ മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. എങ്കിലും RSIയിൽ 53 നിന്നും 51.69 എന്ന ലെവലിലേക്ക് ഇടിവും രേഖപ്പെടുത്തി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. എന്നാൽ പുട്ട് സൈഡിലേക്ക് 23,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,300 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹെക്സാജൻ ന്യൂട്രീഷൻ കമ്പനി Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ചു. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ പ്രോഫിറ്റില് 40.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 8% വർധനവും രേഖപ്പെടുത്തി. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഡച്ച് ബാങ്കിന്റെ ഇന്ത്യയിലെ റീറ്റെയിൽ ബാങ്കിംഗ്, പ്രൈവറ്റ് ബാങ്കിംഗ്, വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ് എന്നിവ ഏറ്റെടുക്കുന്നതിന് ബാങ്ക് ഒരു നിശ്ചിത കരാറിൽ ഏർപ്പെട്ടു. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മഹാനദി കോൾഫീൽഡ്സിൽ നിന്ന് കമ്പനിക്ക് 107.6 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചു. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കമ്പനിയുടെ
കോർ ആൻഡ് നെക്സ്റ്റ് ജെൻ കണക്ടിവിറ്റി സർവീസസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ചീഫ് ടെക്നോളജി ഓഫീസർ സ്ഥാനത്തു നിന്നും ശ്രീ ജീനിയസ് വോങ് ജൂലൈ 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ രാജിവെച്ചു. റാനെ മദ്രാസ് ഹിന്ദുസ്ഥാൻ കോമ്പോസിറ്റിന്റെ ഫ്രിക്ഷൻ ബിസിനസ് ഏറ്റെടുക്കുന്നതിനായി കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. RHI മഗ്നസ്തിയ ഇന്ത്യ ശ്രീ പങ്കജ് മൽഹാനെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് നിയമിച്ചതായിട്ട് ബോർഡ് പ്രഖ്യാപിച്ചു. ഇന്ന് ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിലും വരുന്നത്. SRF കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ശ്രീ കാർത്തിക് ഭാരത് റാമിനെ 5 വർഷത്തേക്ക് കൂടി കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിക്കുന്നതിന് ഷെയർ ഹോൾഡേഴ്സ് അംഗീകാരം നൽകി. ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ് കമ്പനിയുടെ പ്രൊമോട്ടറായ ശ്രീ ഷാർദി സായി സ്റ്റോക്കിൽ നിന്നും 68,048 ഷെയറുകൾ 3,231.23 രൂപ per ഷെയർ നിലയിൽ വിറ്റഴിച്ചു. കൃഷ്ണ ഡിഫൻസ് പ്രൊമോട്ടർമാർ 4.68% സ്റ്റേക്ക് അഥവാ 7 ലക്ഷം ഷെയർസ് 84.21 കോടി രൂപയ്ക്ക് വിറ്റു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.